ഞാൻ റോസ്മേരി. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ സാക്ഷരതാ മിഷനിൽ പരീക്ഷ എഴുതാനായിട്ട് 10ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനെയാണ്. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരവസരമാണ് ലോകം മുഴുവനും ചൈനയിൽ നിന്ന് ആരംഭിച്ച ആ കൊറോണ വൈറസ് ഒന്ന് നിയന്ത്രിക്കപ്പെട്ടു. പിന്നെ നമുക്ക് ഇറ്റലി ഉൾപ്പെടെ എല്ലായിടത്തുമൊക്കെ വ്യാപിച്ചപ്പോൾ ലോകം മുഴുവനും സഭ പ്രത്യേകമായിട്ടൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. റോസ്മേരി ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൊറോണ വൈറസ് ന്യൂസിലൂടെ ഞാൻ കേട്ടപ്പോൾ തന്നെ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കൊറോണ വൈറസ് നമ്മുടെ നാട്ടിലൊന്നും വരല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഈ കൊറോണ വൈറസ് വിട്ടു പോകണേന്നാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ സംരക്ഷണം, അത്യുന്നതൻ്റെ സംരക്ഷണം അധിവസിക്കുന്നവന്, സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് എൻ്റെ കണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചം പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ ഭാഷത്തിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് അനർത്ഥം സംഭവിക്കില്ല. ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, നീ ഭാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുവാരിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവിടുന്ന് എൻ്റെ പദങ്ങളിൽ തട്ടാതിരിക്കാൻ ഞാൻ എൻ്റെ കൈകളിൽ വഹിച്ചോളും. സിംഹത്തിൻ്റെയും മണലുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മതിക്കും. അവൻ സ്നേഹത്താൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ സംരക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവൻ്റെ കൃത്യതയിൽ അവനോട് നിൽക്കും. ദീർഘായുസ്സാണെങ്കിൽ ഞാൻ അവനെ സമൃദ്ധരാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. റോസ്മേരിയുടെയും സഭയുടെ മുഴുവൻ പ്രാർത്ഥനയെ കൊണ്ടാണ് ഇതിപ്പോൾ ഒരുപാട് വ്യാപിക്കാതെ നിയന്ത്രണ വിധേയമായി ലോകമെമ്പാടും തന്നെ അത് ദൈവികമായ ഇടപെടൽ നമ്മൾ കണ്ടു. കാരണം കുരിശിൻ്റെ വഴികളും പീഡാനുഭവ പ്രാർത്ഥനകളും സഭ ഒന്നടങ്കം സഭയുടെ കാലങ്ങളായുള്ള ആരാധനക്രമങ്ങളൊക്കെ പോലും മാറ്റിവെച്ചുകൊണ്ട് ഇതെല്ലാം കർത്താവിൻ്റെ പീഡാനുഭവത്തിന് സമർപ്പിച്ചുകൊണ്ടൊരു പ്രാർത്ഥനയായിരുന്നു. അതിൻ്റെ കൂടെ ഫലമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകമായിട്ട് ഒരു ദൈവിക ഇടപെടലും നമ്മൾ കാണുകയുണ്ടായി. നമുക്കതിനൊക്കെ ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ വ്യത്യസ്തമായിട്ട് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയത് 4 ചുവരുകൾക്കുള്ളിലായി പോകുന്ന ഒരു മകള്, എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ ഒരു തരത്തിലും നിരന്തരമായ ദേവാലയത്തിൽ വരാനോ വിശ്വാസ രൂപീകരണത്തിനോ സാധിക്കാത്ത ഈ മകളുടെ പ്രാർത്ഥനാ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, ഞങ്ങൾക്ക് കിട്ടിയ പുണ്യമാണ്, ഞങ്ങളുടെ മാലാഖയാണ് ഈ മകള്, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതമാണ് മകളുടേത് എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന മാതാപിതാക്കൾ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. കേരള സഭയ്ക്ക് അൽമായ വിശുദ്ധനായിട്ട് ദൈവസഹായം പിള്ളയൊക്കെ ലഭിച്ചിരിക്കുന്ന ഈ കാലയളവിൽ 4 ചുവരുകൾക്കുള്ളിൽ കിട്ടുന്ന സഹനങ്ങളെ മുഴുവനും സ്വീകരിച്ചുകൊണ്ട് ഒരു പെസഹ തിരിപോലെയൊക്കെ ജ്വലിക്കുന്ന ഈ റോസ്മേരിയുടെ പ്രാർത്ഥന തീർച്ചയായും എനിക്കും ലോകത്തിനും നമുക്കെല്ലാവർക്കും ഒക്കെ ഉപകാരപ്പെടും. ദൈവം